വിമാനങ്ങളിൽ സീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അധിക തുക നൽകുന്നത് തുടരും. വിമാനങ്ങളിൽ 60% സീറ്റുകൾക്ക് സെലക്ഷൻ ഫീസ് സൗജന്യമാക്കിയ നടപടി വ്യോമയാന മന്ത്രാലയം മരവിപ്പിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് തീരുമാനം. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വിമാന കമ്പനികളുടെ ഒരു നിർദ്ദേശപ്രകാരമാണോ ഇത്തരം നടപടി? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ മാസമാണ് വിമാനങ്ങളിൽ സീറ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ അധിക തുക നൽകേണ്ട ആവശ്യമില്ല എന്ന് വ്യോമയാന മന്ത്രാലയം തീരുമാനിക്കുന്നത്. ഇതിന് പിന്നാലെ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നടക്കം വലിയുള്ള അതൃപ്തി ഉയർന്നിരുന്നു. ഇൻഡിഗോ അതുപോലെ തന്നെ എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ വ്യോമയാന മന്ത്രാലയത്തിന് കത്തയക്കുകയും ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും 60% സീറ്റുകൾക്ക് സെലക്ഷൻ ഫീസ് സൗജന്യമാക്കിയ നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെയാണ് തീരുമാനമെന്നും ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം DGCക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ടിക്കറ്റ് നിരക്കടക്കം ഉയരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ 60% സീറ്റ് സെലക്ഷൻ്റെത് കൂടി ഈടാക്കുമ്പോൾ വിമാന യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതായത് വിമാന കമ്പനികളുടെ പരാതി അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു നീക്കത്തിലേക്ക് വ്യോമയാന മന്ത്രാലയം പോയിരിക്കുന്നത്. ശരി, വിമാനങ്ങളിൽ 60% സീറ്റുകൾക്ക് സെലക്ഷൻ ഫീസ് സൗജന്യമാക്കിയ നടപടിയാണ് വ്യോമയാന മന്ത്രാലയം അറിയിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.